നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പഴയന്നൂർ ചീരക്കുഴി കനാലിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. വെള്ളിയാഴ്ച രാവിലെയാണ് ചീരക്കുഴി പാലത്തിനു സമീപത്തെ കനാലിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രദേശത്തെ മറ്റ് ജലസ്രോതസ്സുകളിലും മാലിന്യം കലരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നല്ല രാത്രിയാണ്. കാരണം ഇന്നലെ പകൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 5 മണിക്ക് ഞാൻ ഇവിടെ പണി സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ സാധനം ഇവിടെ ഇല്ല. രാത്രിയാണ് തള്ളിയിറങ്ങണം. ഇന്ന് രാവിലെ ഏതോ ഒരു ദുഷ്ടൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ ഈ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ വെള്ളം കുടിക്കുന്നത് ഈ കനാല് വെള്ളം പോയിട്ടാണ്. ഇതിപ്പോൾ ജനങ്ങളെ മൊത്തത്തിൽ കഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ആരോ മനഃപൂർവ്വം ചെയ്ത പോലെയാണ്. ഇത് എന്താ പറയുക, ദേശമംഗലം വരവൂര് വരെ ഈ കനാൽ പോകുന്നിടത്ത് മുഴുവൻ ഈ വെള്ളം, ഇതിൻ്റെ സൈഡിലുള്ള ആൾക്കാർ കുടിക്കുന്ന വെള്ളം മുഴുവൻ ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണ് കുടിക്കുന്നത്. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരുന്നത്. മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഉടനടി സ്വീകരിക്കണമെന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ചീരക്കുഴി ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നേരിട്ട് ആവശ്യപ്പെട്ടു. ചീരക്കുഴി കനാലിലെ ഏതോ സാമൂഹ്യദ്രോഹികൾ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് തട്ടിയ വിവരം ഇന്ന് കാലത്താണ് അറിഞ്ഞത്. പാതിരാത്രിക്ക് ആരോ ചെയ്തിട്ടുള്ള ഏതോ ആളുകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ വൃത്തികേട് ആണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു ലോഡ് സാധനം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ജലസ്രോതസ്സിൽ തട്ടിയിരിക്കുകയാണ്. കനാലിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടിയെടുക്കാൻ ചീരക്കുഴി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിടേണ്ട ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിന് വേണ്ട നടപടികൾ എടുക്കാൻ ഏത് ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ സമീപ പ്രദേശത്തെ ജലസ്രോതസ്സുകളൊക്കെ, കുടിവെള്ള സ്രോതസ്സുകളൊക്കെ മാലിന്യമാവും. മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത്. അത് ശക്തമായ പഞ്ചായത്തിൻ്റെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഉടനെ അത് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടിയെടുക്കണമെന്ന് നമ്മുടെ നേരിട്ട് ഓഫീസിൽ പോയി കണ്ട് ചീരക്കുഴി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഷ്നി പറഞ്ഞു. നമ്മുടെ കനാലിൽ ഇങ്ങനെ ടോയ്ലറ്റ് മാലിന്യം തള്ളിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ തന്നെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നതാണ്. മേലധികാരികളെ വിളിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ എടുക്കുന്നതാണ്. പക്ഷേ അത് ഒരു ഫ്ലഷ് ചെയ്ത് കനാലിൽ കൂടെ തന്നെ ഫോർവേഡ് ചെയ്ത് കളയുന്നതിനെ പറ്റിയുള്ളൊരു കാര്യം നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനൊരു കാര്യം അത് ശരിയായിട്ടുള്ളൊരു നടപടി അല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതിപ്പം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസി ഉണ്ടോ എന്നുള്ളതും പാരലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പോലീസിൽ നിന്നുള്ള നിർദ്ദേശവും മേലധികാരികളുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ഉടൻ തന്നെ നടപടിയെടുക്കുന്നു.